ഇന്ന് റിവ്യൂ ചെയ്യുന്നത് 2012 ടൊയോട്ട റാക്ടിസ് ആണ്. 1300cc പെട്രോൾ എഞ്ചിൻ വരുന്ന ടൊയോട്ട റാക്ടിസ് 94,500 കിലോമീറ്റേഴ്സ് ആണ് റൺ ചെയ്തിരിക്കുന്നത്. എക്സ്റ്റീരിയർ പാർട്ട് നോക്കുകയാണെങ്കിൽ പെയിന്റിങ് നീറ്റ് ആൻഡ് ടൈഡി പെയിന്റിംഗ് ആണ് വരുന്നത്. അലോയ് വീലോട് കൂടിയിട്ടാണ് ടയേഴ്സ് വരുന്നത്. ടയേഴ്സ് 90% 4 ടയേഴ്സും അവൈലബിൾ ആണ്. റാക്ടിസിന്റെ പാസഞ്ചർ സൈഡ് ബാക്ക് സീറ്റിലോട്ടേക്കുള്ള ലെഗ് സ്പേസും കൂടെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. കാരണം ഇതൊരു ചെറിയ കാറായത് കാരണമാണ് ഇതിന്റെ ലെഗ് സ്പേസ് ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സീറ്റിംഗ് കംഫർട്ട് ബാക്ക് സീറ്റിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ഈ ബാക്ക് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ലെഗ് സ്പേസ് അവൈലബിൾ ആണ്. അതുകൂടാതെ 3 പേർക്ക്, ഒരു കൊച്ചും 2 വലിയ ആൾക്കാർക്കും ഇത് കറക്റ്റായിട്ട് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ് റാക്ടിസിൽ നമ്മളെ ബാക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് കംഫർട്ടായിട്ട് 3 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും ഇതിൻ്റെ പിറകിൽ. 2 വലിയ ആൾക്കാർക്കും ഒരു കൊച്ചിനും കൂടി മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. 3 വലിയ ആൾക്കാർക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. റാക്ടിസിൻ്റെ ബൂട്ട് സ്പേസിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു ബൂട്ട് സ്പേസ് റാക്ടിസിന് അവൈലബിൾ ആണ്. ഇത് റാക്ടിസ് പൊതുവെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹോണ്ട ഫിറ്റ്, അതേപോലെ നിസാൻ മാർച്ച്, സുസുക്കി സ്വിഫ്റ്റ്, ഏകദേശം ആ ഒരു സെയിം ക്രൈറ്റീരിയയിൽ വരുന്ന കാറാണ് ഈ റാക്ടിസും. കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്കും ഏകദേശം സെയിം തന്നെയാണ് സീറ്റിംഗ് പൊസിഷനും അതേപോലെ ആ ഒരു സ്പേസും എല്ലാം. പക്ഷെ സ്വിഫ്റ്റിനെ അപേക്ഷിച്ചിട്ടും കുറച്ചും കൂടെ ഒരു നമുക്ക് ബൂട്ട് സ്പേസ് അവൈലബിൾ ആണ് റാക്ടിസിൽ. റാക്ടിസ് എന്തുകൊണ്ടും വളരെ കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നത്, ലേഡീസിന് എസ്പെഷ്യലി ലേഡീസിന് വളരെ കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറാണ്. അതായത് ഇതിൻ്റെ സീറ്റ് പൊസിഷൻ കുറച്ച് ഹൈറ്റിലും അതേപോലെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാറാണ് ടൊയോട്ട റാക്ടിസ്. പിന്നെ ഇൻറ്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസ് വന്നിരിക്കുന്നത് സ്റ്റിയറിങ്ങിൽ നമുക്ക് വോളിയം കൺട്രോളിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ സ്റ്റിയറിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ട്രാക്ഷൻ കൺട്രോൾ അവൈലബിൾ ആണ്. കാർ സ്റ്റീരിയോ ഉണ്ട്, നല്ല മ്യൂസിക് സിസ്റ്റമാണ്. അതേപോലെ സൗണ്ട് നോക്കുകയാണെങ്കിൽ നല്ല കുഴപ്പമില്ലാതൊരു സൗണ്ട് സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. റിവേഴ്സിങ് ക്യാമറയുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആണ് റാക്ടിസിൽ. പ്രൈസിങ് നോക്കുകയാണെങ്കിൽ ബിലോ 10,000 ഉള്ളിൽ വരുന്ന ഒരു കാറാണ് റാക്ടിസ്. അപ്പോൾ റാക്ടിസ് വാങ്ങിക്കാനോ ടെസ്റ്റ് ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ ഓക്ലാൻഡിലുള്ള ജസ്റ്റ് മോട്ടോഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതായത് കാറ് വാങ്ങിക്കാൻ ആഗ്രഹം ഉള്ള കുറേ ആൾക്കാരുണ്ടാവും. കാണുന്ന ആൾക്ക് ആവശ്യം ഉണ്ടാവത്തില്ലായിരിക്കാം, പക്ഷെ അത് വേറെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും